ഉറ്റുനോക്കിയിരുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന പല വാർത്തകളും പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ആശങ്കകളുടെ സൂചനകളാണ് നൽകുന്നത്. നാട്ടുകാരുടെ ഭീതി ഒരു വശത്ത്, തിരിഞ്ഞു നോക്കാത്ത നിർമ്മാണ കമ്പനികളും ദേശീയപാത അതോറിറ്റിയുടെയും നിലപാട് മറുവശത്ത് നിൽക്കുന്നു. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മിച്ച പാതയുടെ ഇരുവശങ്ങളും അതീവ ദുർബലാവസ്ഥയിൽ എന്നൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. ബലമില്ലാത്ത മണ്ണ് മഴക്കാലത്ത് എപ്പോൾ വേണമെങ്കിലും കുത്തിയൊലിച്ച് താഴേക്ക് വീഴുമോ എന്ന ആശങ്കയാണ് ഈ നാട്ടുകാർക്ക് ഇപ്പോഴുള്ളത്. കോൺക്രീറ്റിൽ നിർമ്മിച്ച ഭിത്തി, വശങ്ങളിലുള്ള കോൺക്രീറ്റ് പേസ്റ്റിംഗ് രണ്ടും ഒലിച്ചിറങ്ങുന്നത് മണ്ണിടിച്ചിലിന് പരിഹാരമാകുമോ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. NH-66 ഏറ്റവും മികച്ച നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് വട്ടപ്പാറയിലാണ്. വട്ടപ്പാറ വയഡക്റ്റ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ വട്ടപ്പാറ വയഡക്റ്റിന് തൊട്ടു മുൻപുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വട്ടപ്പാറയിലേക്ക്, ഈ വയഡക്റ്റിലേക്ക് നിർമ്മിച്ച പുതിയ റോഡിൻ്റെ അരികിലുള്ള അവസ്ഥയാണ് ഇത്. ഒരു മല മുറിച്ച് മലയുടെ ഇടയിലൂടെ തീർത്ത വഴിയാണ്. ആ മലയുടെ രണ്ട് വശങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ടുള്ളത്. ഈ ഒരു മണ്ണിൻ്റെ ഘടന നമുക്ക് കണ്ടാൽ അറിയാം. വളരെ വേഗത്തിൽ, ബലമില്ലാതെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു ഘടന. ഇവിടെ ഈ മഴയുടെ ഭാഗമായിട്ട് മണ്ണ് ഒലിച്ചിറങ്ങി അടിഞ്ഞുകൂടിയതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയെല്ലാം കോൺക്രീറ്റ് കൊണ്ട് സുരക്ഷാ ഭിത്തി കെട്ടും, എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുമെന്നൊക്കെയാണ് ഈ ഹൈവേ നിർമ്മിക്കുന്ന അധികൃതരൊക്കെ അതിനെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബലമില്ലാത്ത ഒരു സുരക്ഷയും ഈ ഒരു മണ്ണിൻ്റെ കാര്യത്തിൽ ആരും നൽകാത്ത ഇടത്താണ് ഈ റോഡ് കടന്നു പോകുന്നത് എന്നൊരു വസ്തുതയാണ്. നമ്മൾ നിർമ്മാണത്തിൻ്റെ അപാകതയെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ നാളെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ പ്രദേശവാസികൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മൾ വളാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർ, ഈ പ്രദേശത്തെ കൗൺസിലർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ വലിയൊരു മലയായിരുന്നു ഇത്. നമ്മുടെ അക്കേഷ്യ സോഷ്യൽ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. അക്കേഷ്യ കാട് മുഴുവനായിട്ട് നിന്നൊരു നല്ല ഉയർന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ആ മല ഇപ്പോൾ തുറന്നിട്ടാണ് ഇപ്പോൾ ഇതിലൂടെ ഈ വാഹനങ്ങൾ പോകുന്നത്. ഇനി മഴ തുടങ്ങിയാൽ എന്താവും ഇതിൻ്റെ സ്ഥിതി എന്ന് പറയില്ല. പക്ഷേ ഇവർ വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാള് കെട്ടിയതിൻ്റെ സ്ഥിതി നമ്മൾ കൂരിയാട് കണ്ടു. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. ആളുകൾ അതുപോലെ വാഹനങ്ങൾ പിന്നെ ഇത് പോകുന്നതൊക്കെ പാറക്കെട്ടിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ബലമില്ലാത്ത മണ്ണാണ്. അതെ, ഇതിവിടെ വളരെ ഇതായിട്ടുള്ള മണ്ണാണുള്ളത്. ഈ മണ്ണിൽ എത്രത്തോളം ഇത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു വലിയ മഴ പെയ്താൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് മുഴുവനുണ്ട്. അതുകൊണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ഈ പാച്ചിങ് ഒന്നും ഫലപ്രദമാവില്ല എന്നാണ്. ഇതിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എത്ര ഹൈറ്റിലാണ് ഇത്, എത്രത്തോളം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും നമുക്ക് അവർക്ക് തന്നെ തരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കാരണം പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ പോലും നിങ്ങൾ കണ്ടില്ലേ, അവിടെ മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് വിഷയത്തിൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ ഇതുമൂടി പരിഹരിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെയും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ പ്രദേശത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ ആ ഒരു സാഹചര്യത്തെ വിമർശിക്കുന്നതിലല്ല, മറിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിലാണ് ഇവിടെ ഇടപെടൽ വേണ്ടത്. മാത്രമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണെല്ലാം ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. മണ്ണിൻ്റെ സ്വഭാവവും അതിൻ്റെ ഘടനയും മഴ പെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഒരുക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുമ്പോൾ അത് കൂരിയാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അധികൃതർ കാണേണ്ടതാണ്, തള്ളിക്കളയാൻ പാടുകയുമില്ല. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മലപ്പുറത്ത് നിന്ന് മാത്രമുള്ള കാഴ്ചകളല്ല, വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം. ഒന്നുകിൽ വിള്ളൽ, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുക, അതല്ലെങ്കിൽ വെള്ളക്കെട്ട് കൊണ്ട് പരിപൂർണമായിട്ട് ഗതാഗതം സ്തംഭിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുക. ഈ ദേശീയപാത ഇടിഞ്ഞു വീണ മലപ്പുറം കൂരിയാട് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്നുള്ള റിപ്പോർട്ടാണുള്ളത്. സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അതേസമയം ഇന്ന് രാവിലെ കോഹിന്നൂറിലെ ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. CB അനുമോദ് ചേരുന്നു. അനുമോദ്, ഇതിൽ നടപടികളൊക്കെ എടുക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നു. പൊതുമരാമത്ത് സെക്രട്ടറി അന്വേഷിക്കാനുള്ള തീരുമാനമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഈ കഴിഞ്ഞ തവണ ഈ കൂരിയാട് ഉണ്ടായതിൽ തല നാരിഴയ്ക്ക് രക്ഷപ്പെടുക, അത് ആളപായം ഉണ്ടാകാതിരുന്നത് തന്നെ വലിയ അത്ഭുതം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവും.
ഈ നിർമ്മാണം നടത്തിയ പല ഭാഗങ്ങളിലും, ഈ കൂരിയാട് മാത്രമല്ല പല ഭാഗങ്ങളിലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, കൃത്യമായി ഈ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ പഠിച്ചിട്ട് പോലുമില്ല എന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതേത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? അപർണ, ഈ ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിലെ ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ റീച്ചും തുറന്നു കൊടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതായത് ഇങ്ങനെ തുറന്നു കൊടുക്കാൻ തയ്യാറായ ഒരു ദേശീയപാതയിലെ അവസ്ഥയാണ് മഴ വന്നപ്പോൾ, അതായത് ശക്തമായൊരു വേനൽ മഴ വന്നപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി കാണുന്നത്. പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത് ദേശീയപാതയുടെ പല ഭാഗങ്ങളും, സർവീസ് റോഡുകളാവട്ടെ ദേശീയപാതയാവട്ടെ, ഇത് ഒന്നുകിൽ പാടത്തിന് മുകളിൽ മണ്ണ് ഇട്ട് നികത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ മേഖലയിൽ പലയിടത്തും മുൻപ് തോടുകളും വെള്ളമൊഴുകുന്ന വഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പലയിടങ്ങളിൽ അടഞ്ഞു പോയിട്ടുണ്ട്. മഴ കൂടി വരുമ്പോൾ നേരത്തെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, അവിടെ മഴയുടെ ഒരു ശക്തമായ മഴ വന്നാൽ വെള്ളം കൂടുതലായിട്ട് കെട്ടി നിൽക്കുകയും ആ പ്രദേശത്തെ മണ്ണ് കൂടുതൽ ദുർബലാവസ്ഥയിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ മണ്ണിന് മുകളിൽ കെട്ടിയുണ്ടാക്കിയ നിർമ്മാണങ്ങളൊക്കെ അത് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് വിള്ളുകയോ ഇടിയുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. ഇതൊരു കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹൈവേയുടെ പല മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച വട്ടപ്പാറയിലെ പോലെ മല തുരന്നുണ്ടാക്കിയ റോഡുകളുടെ വശങ്ങളിലെ അവസ്ഥ, ആ മലയുടെ ഒരു വശം മുഴുവൻ തുരന്നെടുത്ത് അവിടെ അക്വേഷമരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്തെ മണ്ണിൻ്റെ സ്വഭാവം വളരെ ദുർബലമായതാണ്. അതായത് വലിയ പാറക്കെട്ടുകളുള്ള മേഖലയല്ല, അതിന് മുകളിലായിട്ട് ലാറ്ററൈറ്റ് വളർന്ന മണ്ണാണ്. അതുപോലെ തന്നെ അത് നല്ലൊരു മഴ പെയ്താൽ ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ, നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് പേസ്റ്റ് ചെയ്തും സുരക്ഷാ വാൾ ഭിത്തി കെട്ടിവെക്കാണ് സംരക്ഷണത്തിന് നടപടിയെടുക്കുന്നത്. ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്നൊരു പ്രശ്നം, വേനൽ മഴ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നല്ലൊരു കാലവർഷം വന്നാൽ എന്തായിരിക്കും ഈ ഹൈവേയുടെയൊക്കെ അവസ്ഥ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഉയരുന്നത്. കാരണം നല്ലൊരു മഴയെ അതിജീവിക്കാൻ ഈ നിർമ്മിച്ച റോഡുകൾക്കും അനുബന്ധ നിർമ്മാണങ്ങൾക്കും കഴിയുമോ എന്നുള്ളത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്നൊക്കെ ഈ ഒരു ഘട്ടത്തെ പറയേണ്ടി വരും. കാരണം ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെ വലിയ മഴ പെയ്തിട്ടില്ല, ശക്തമായ മഴയൊന്നും ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ആ മഴ ഒരു വേനൽ മഴ ശക്തമായി പെയ്തപ്പോഴുള്ള സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലവർഷം അത് ഈ ഹൈവേയിൽ ഏതെല്ലാം മേഖലയിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് വലിയൊരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. നിലവിൽ തന്നെ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പലയിടത്തും വെള്ളക്കെട്ട് രൂപീകരിക്കപ്പെടുന്നുണ്ടെന്നുള്ള പരാതി ഉയർന്നിരുന്നു. അതൊക്കെ ഈ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പോലെയല്ല റോഡിൽ വിള്ളൽ വീഴുന്നതും റോഡിന്റെ സുരക്ഷാ ഭിത്തി ഇടിഞ്ഞു വീഴുന്നതും റോഡ് ഇരിക്കുന്നതൊക്കെ രണ്ടും രണ്ടായിട്ട് തന്നെ വേണം കാണുവാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ വിദഗ്ധ സംഘം ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുരിയാട് സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെന്തായിരിക്കും ഇതിൽ ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കുരിയാടിന് മാത്രമല്ല, ഈ ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇവർ നൽകുന്ന സജഷൻസ്, ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. കുരിയാടൊക്കെ 1/2 കിലോമീറ്ററോളം ദൂരം ഒരുപക്ഷെ വീണ്ടും പൊളിച്ചു പണിയുന്ന സാഹചര്യം വരെ വന്നേക്കാം. അങ്ങനെ തള്ളിക്കളയാനാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താണെങ്കിലും അത് വിദഗ്ധ സംഘത്തിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജില്ലാ ഭരണകൂടമൊക്കെ അതിന് തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും കുരിയാടേത് ഒറ്റപ്പെട്ട ഒരു സംഭവമാകില്ല എന്നൊരു ഭീതി, ഒരു ആശങ്ക ഉയരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. എടരിക്കോട് ഉണ്ടായ വിള്ളൽ ഇതിപ്പോ മലപ്പുറം ഭാഗത്ത് നിൽക്കുന്നില്ല, ചാവക്കാടടക്കം വിള്ളൽ ഉണ്ടാകുന്നു. അത് മറച്ചു വെക്കാനുള്ള നീക്കമൊക്കെ അധികൃതർ നടത്തി. അങ്ങനെ പല തരത്തിലാണ് ഇത് എല്ലാ ജില്ലകളിലേക്കും പടർന്നു കയറുന്ന സാഹചര്യം. പക്ഷേ ഈ അനുമതി നിൽക്കുന്ന സ്ഥലത്ത് ഇത് പല ഭാഗത്തായി വരുന്നത് അത് ആ ഒരു ഭൂപ്രകൃതിയുടെ ഭാഗം കൂടിയായിട്ടാണോ, വയൽ വികസിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയമാണ് ഈ അപകടം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പല ഭാഗത്ത് വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിന്റെ രീതി എന്താണെന്ന് പരിശോധിക്കാതെ ഈ ഫൗണ്ടേഷൻ നടത്തിയ വിഷയങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരും. ഈ മഴക്കാലം മുഴുവൻ കാണാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കുമോ എന്നുള്ളൊരാശങ്ക ജനങ്ങൾക്കുണ്ടാകും. മറ്റെവിടെയൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു, നാട്ടുകാർ എന്ത് പറയുന്നു? അപർണ, ഇതിൽ ഈ തുറക്കാത്ത റീച്ചുകളാണ്. എടരിക്കോട് മമ്മാലി പാലം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല, ആ മേൽപ്പാലം ഒന്നും. അവിടെയാണ് വിള്ളൽ കണ്ടതായിട്ടുള്ള വാർത്തകൾ രാവിലെ വന്നതും. അതൊക്കെ പക്ഷേ അധികൃതർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ തുറന്നു കൊടുത്ത മേഖലയിലെ വിള്ളലുകളും അപാകതകളുമാണ് ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ടത്. മറ്റ് ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ അവർ വീണ്ടും അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് അത് തുറന്നു കൊടുക്കാത്തതും. ഒരുപക്ഷെ അവർക്ക് പ്രാഥമികമായിട്ട് തന്നെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കി അത് തുറന്നു കൊടുക്കാത്തതാകാം. അല്ലെങ്കിൽ അവിടെ
അവിടുത്തെ നിർമ്മാണം പൂർത്തിയാകാത്തത് കൊണ്ടാകാതെ തുറന്നു കൊടുക്കാത്തത്. അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന വിള്ളലുകളും ഇടിച്ചിലുമൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വലിയ ആശങ്ക തീർക്കുന്നത്. പല റീച്ചുകളിലും മേൽപ്പാലങ്ങളാവട്ടെ സർവീസ് റോഡുകൾ അതിപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. എടരിക്കോട് നിന്ന് പുത്തനത്താണി വരെയുള്ള ഭാഗം ഇപ്പോഴും പഴയ ഹൈവേയിലൂടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. അപ്പോൾ അങ്ങനെ പല ഭാഗത്തു നിന്നും വരും. നമുക്ക് 74 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഇടിമുഴിക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ മലപ്പുറം ജില്ലയിലൂടെ ഹൈവേ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ. ഇവിടെ പലയിടങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നേക്കാം. അത് ഓരോ മേഖലയുടെയും സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. മണ്ണ് ഇടിയുന്ന ഭാഗങ്ങളിലൂടെ മല തുരന്നുണ്ടാക്കിയത്, അതേപോലെ മണ്ണിട്ട് നികത്തി വയലുകൾക്ക് മുകളിലൂടെ റോഡുണ്ടാക്കിയത്, അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും വരിക. അതൊക്കെ ഏത് തരത്തിലാകുമെന്ന് അറിയണമെങ്കിൽ ഈ ഒരു കാലവർഷം ശക്തി പ്രാപിക്കുക വേണം. കാരണം ഇതൊരു ടെസ്റ്റാണ്. ഈ ഒരു കാലവർഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നിർമ്മാണങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് സത്യത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. ഇടയ്ക്ക് വേനൽമഴ പെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് സർവീസ് റോഡുകളെല്ലാം കുളമാവുന്നതും തടാകമാവുന്നതും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരു ടെസ്റ്റിംഗ് പീരിയഡാണ് ഈ ഒരു മൺസൂൺ കാലം ഈ ഹൈവേക്ക് സംബന്ധിച്ച് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് 2 കാര്യങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, വലിയ പ്രതിഷേധം രാഷ്ട്രീയമായിട്ട് ഇതിനെതിരെ ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് NSAയുടെ ഓഫീസ് ഉപരോധിക്കും അല്പസമയത്തിനകമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയൊരു ഉപരോധ സമരമായിരിക്കും സംഘടിപ്പിക്കാമെന്നാണ് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉയരുന്നു, മറുവശത്ത് വിദഗ്ധ സംഘം ഈ മേഖല സന്ദർശിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ത് ചെയ്യാം എന്ന കാര്യത്തിൽ നിർദ്ദേശം നൽകും. എന്നാണെങ്കിലും മഴ കൂടുതൽ ശക്തിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നതാണ് നമുക്ക് അതെ, തീർച്ചയായിട്ടും.